ഹേ ഗൈസ്, വെൽക്കം ടു ഷിവ. യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയവരോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ അതുപോലെ സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മൊത്തം അടിക്കുന്നതാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും പറഞ്ഞത് നമ്മൾ A to Z പാർട്സ് പെയിൻറ്റിങ്ങും അതിൻ്റെ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് മനസ്സിലാകും A to Z സാധനങ്ങൾ. അതിനകത്ത് ഇനിയും കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ട്. അതിപ്പോൾ കാലത്താകും. നമ്മളിപ്പം പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ സംഭവം വന്നിട്ട് സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി. നമ്മൾ പിൻ ടു പിൻ റീസ്റ്റോർ എന്നുള്ള കോൺസെപ്റ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. സംഭവം അതിനാ പറയണ്ടേ, വണ്ടി നേരത്തെ ഉള്ള കണ്ടീഷൻ്റെ ഫോട്ടോയും കുറച്ച് ചെറിയ ചെറിയ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് കണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിലോട്ട് പോകാം. ഹെഡ് അയച്ചപ്പോഴത്തേക്ക് ഞാൻ സംഭവം കയറി ചെറുതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് പിടുത്ത കാര്യങ്ങളില്ല, ചുമ്മാ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് വെച്ചേക്കുക. ഇത് നമ്മൾ ഓൾമോസ്റ്റ് മൊത്തം ടീർണം ചെയ്തപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ കലവിലേക്ക് ഇതിനിപ്പോൾ എയർ ഫിൽറ്റർ മാറണമെങ്കിലേ ഇവിടെ വേണത്. അപ്പോൾ നമ്മൾക്ക് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചേസ് നല്ല പന്ന കണ്ടീഷനാണ്. ഇതുണ്ടല്ലോ, ഇവിടെ ഓൾറെഡി വിട്ടിരിക്കുക ചേസ്. ആക്ച്വലി ഇത്രയും ഭാഗം വിട്ടിരിക്കുകയാണ്. അവിടെ അത് തന്നെ അവസ്ഥ. മണ്ണിളക്കി അപ്പുറത്ത് നോക്കിയാൽ കുഴിയാവുക. ഓൾറെഡി വെള്ളമൊക്കെ ചെയ്ത് നാശമാക്കി വെച്ചേക്കുക. അഡ്മിഷൻ ഉണ്ടല്ലോ, ഫുള്ള് റീബിൽഡ് ചെയ്യണം. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് അടിയിൽ നിന്ന് ഒടിഞ്ഞു വന്നിരിക്കുകയാണ്. സൈഡ് സ്റ്റാൻഡ് അടിയിൽ നിന്ന്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പിന്നൊഴിഞ്ഞ് വരുന്നില്ല. ഇതുണ്ടല്ലോ, ആൻഡ് അഡ്മിഷൻ ഉണ്ടോ. ആൻഡ് അത് ഇവിടുത്തെ അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ അടിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിന് അപ്പം ഇതെല്ലാം അതിന് അത്രയാണ് പ്രശ്നങ്ങൾ. ചേസ് വളരെ ഡൗൺ കണ്ടീഷനാണ് ഇരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, ഞങ്ങൾ ആ ചേസിൻ്റെ കണ്ടീഷനും ബാക്കി പാർട്സിൻ്റെ കണ്ടീഷനൊക്കെ ഓൾറെഡി കണ്ടായിരുന്നല്ലോ സംഭവം എന്നാന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് വണ്ടി പിൻ ടു പിൻ ആയിട്ട് നീറ്റായിട്ട് സെറ്റ് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, വയറിംഗ് കിറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും മാറുകയാണ്. വയറിംഗിൻ്റെ കണ്ടീഷനൊക്കെ ഞാൻ കാണിച്ചു. വയറിംഗ് കിറ്റൊക്കെ ഓൾറെഡി പിച്ച് വെച്ചിരുന്ന അവസ്ഥയൊക്കെ അതൊക്കെ ഡീസൽ ചെയ്ത് നമ്മൾ എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഫുള്ള് അഴിച്ച് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ കുറേ കസ്റ്റമൈസ്ഡ് പാർട്സ് ഉണ്ട്, കുറേ സ്റ്റോക്ക് പാർട്സ് ഉണ്ട്. വണ്ടി ചേസ് ഇരിപ്പുണ്ട്. ചേസ് നമ്മൾ 3-4 ഇടത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഇടവും നമ്മൾ വെള്ളി ഇപ്പിച്ചു. പിന്നെ അത് കൂടാതെ പാച്ച് വർക്ക് വേറെ, പിന്നെ കോൺസെപ്റ്റിൻ്റെ ഏരിയ ഓലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചേസിൽ അത്യാവശ്യം ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും ടാങ്ക് സൈഡ് വൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ മിനിമലിസ്റ്റിക് ആയിട്ടൊരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി വർക്കൊന്നുമില്ല. ഹീറോ ഹോണ്ടാന്ന് ഒരു ചെറിയൊരു വരയും. ആൻഡ് ആണല്ലോ, അത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതിനോട് ഒരു ട്വിസ്റ്റർ മൽഗാർഡ് ഇരിപ്പുണ്ട്, സീറ്റ് കവർ ഇരിപ്പുണ്ട്. സൈഡ് കവറിൽ ആ വരയുടെ തന്നെ ചെറിയൊരു പീസ് നമ്മൾ സൈഡ് താഴെയുണ്ട്. ആൻഡ് മാസ്ക് ഇരിപ്പുണ്ട്, റൂം സെറ്റ് ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹാൻഡിൽ ബാർ സെറ്റും അതിനകത്ത് ബ്രംബോർഡ് സെറ്റപ്പ് നമ്മൾ കയറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്. ഡിസ്ക് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സ്പെഷ്യൽ ടൈപ്പിൽ നമ്മൾ ട്രൈ ചെയ്യുവാണ്. ഇതിലൂടെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അതിന് ഞാനൊരു വീഡിയോ ഉറപ്പായിട്ട് ചെയ്യാം. പിന്നെ ഫിനിഷിൻ്റെ ഷോക്ക് ഇരിപ്പുണ്ട്, പിന്നെ ബൂട്ട് ഇരിപ്പുണ്ട്, ഒരു മിനി ഫോയിലാം സെറ്റ് ഇരിപ്പുണ്ട്. അതൊക്കെ ഒത്തിരി നാൾ മുന്നേ നമ്മൾ എടുത്ത് വെച്ചാൽ ഇത് പറയട്ടെ, ഹാഫ് ചെയിൻ കവർ, സ്ക്വയർ മിറർ, നമ്മുടെ ക്ലിയർ കേസ് വരുന്ന ക്ലിയർ ഗ്ലാസ് വരുന്ന ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളായ രീതിയിലും കുറേ കാര്യം പിന്നെ കസ്റ്റമറിൻ്റെ രീതിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ആ ഒരു രീതിയാണ് സെറ്റ് ചെയ്യുന്നത്. സീറ്റൊക്കെ ഉണ്ടല്ലോ, സീറ്റ് നല്ല കാർബൺ ഫൈബർ ഫിനിഷ് ടൈപ്പ് മെറ്റീരിയൽ വെച്ചാണ് അടിച്ചേക്കുന്നത്. ആൻഡ് കളർ കോമ്പിനേഷൻ ബ്ലാക്കും വൈറ്റും, പിന്നെ ആ ഒരു നമ്മുടെ എഞ്ചിനും ചേസിനൊക്കെ വരുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു സിൽവർ കളർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ് തുടങ്ങാം. ഞാനപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം മാക്സിമം ഫാസ്റ്റായിട്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. പ്രൈമറി ആയിട്ട് നമ്മൾ തുടങ്ങുന്ന കോൺസെപ്റ്റ് അടിച്ചാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ചേസിൻ്റെ കാര്യം പറഞ്ഞാൽ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പൊട്ടലായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ കണ്ടാൽ നമ്മൾ പീസ് വെച്ച് ക്ലോസ് ചെയ്ത് വെൽഡാക്കിയിട്ടുണ്ട് അത്യാവശ്യം വൃത്തിക്ക്. ആൻഡ് ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു, ഈ ഒരു മർക്കിങ് ഉണ്ടല്ലോ, ഒരു പൊട്ടലായിരുന്നു, അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴെ ഒരു പൊട്ടലുണ്ടായിരുന്നു, അത് നമ്മൾ റെഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് ചേസ് അത്യാവശ്യം വൃത്തിക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കമ്പി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളി പറഞ്ഞാൽ ഈ ഒരു സൈഡാണെന്ന് തോന്നുന്നു റീപ്ലേസ് ചെയ്തേക്കണം, ഈ ഒരു സെക്ഷൻ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പണിയാണ് ചേസിൽ വന്നത്. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 1-2 നട്ട് ബോൾട്ടും കുറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അല്ലാതെ കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ ചേസ് നമ്മൾ മൊത്തം സെറ്റാക്കി എടുത്താണ്. പിന്നെ മെയിനായിട്ടാണ് കോൺ ഏരിയ. കോൺ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി വന്ന് നമ്മൾ ഓവലായിരുന്നത്, ചളങ്ങിപ്പോയിരുന്നു. നീറ്റാക്കി സംഭവം റൗണ്ടാക്കി പുള്ളി സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഇനി കോൺസെപ്റ്റ് അടിച്ച് നമുക്ക് ടീ സ്റ്റമ്പ് കയറ്റിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു. അപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ പ്രോഗ്രസ് ഇത്ര ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാലത് ടീ സ്റ്റമ്പ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, സംഭവം കയറ്റിയിട്ടുണ്ട്. ആൻഡ് വണ്ടി ഇതേ ഒന്ന് വാഷ് ചെയ്തു, വേറെ ഒന്നും കൊണ്ടല്ല. സംഭവം ഇത് നമ്മൾ സെക്കൻഡ് എടുത്തൊരു എയർ ഫിൽറ്ററാണ്. അപ്പോൾ അതിന് നട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ സെറ്റാണ്. എഞ്ചിൻ കയറിയിട്ടുണ്ട്. എഞ്ചിൻ ഞാൻ പറഞ്ഞ കളർ കണ്ടല്ലോ, ഒരു ഗോൾഡൻ കളർ വരുന്ന ഫിനിഷിംഗ് വരുന്ന കളറാണ്. കാർബറേറ്റർ കയറ്റിയിട്ടുണ്ട്, സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കത്തെ ഷോക്ക് കയറി, നമ്മുടെ ബാക്കത്തെ വീലിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഇത് വാഷ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കൈ പിടിച്ചതായിട്ടും അവിടെ തട്ടിയായിട്ടും മുട്ടയായിട്ടും കുറേ പാട് കാണും. അപ്പോൾ അതെല്ലാം ഒന്ന്
ക്ലീൻ നല്ല വൃത്തിയാക്കണം. കാരണം ഇതിൻ്റെ മേലോട്ട് ഇനി കയറാൻ പോകുന്നതല്ല, ഇതിൻ്റെ മേലെ കവറിങ് വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളനുസരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാലും ഇതാണ് ഇപ്പോൾ നിലവിലെ കണ്ടീഷൻ. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഫ്രണ്ട് ഡിസ്ക് സെറ്റ്, ബാക്കിലത്തെ വീൽ സെറ്റും കയറ്റി വണ്ടി റോളിംഗ് എന്നുള്ള രീതിയാക്കും, ഷേപ്പാക്കും, ഹാൻഡിൽ ബാർ ഏരിയ കയറ്റിയിട്ട് ദെൻ ടാങ്ക് സൈഡ് വരെ നമ്മുടെ വയറിംഗ് കിറ്റ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കയറും. അതാണ് പ്ലാൻ. അപ്പോൾ നമുക്കിനിയും അതോടെ സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ടെയിൽ പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ബാക്കിലത്തെ നമ്മളെ എക്സ്ട്രാ ടൈൽ വരുന്നത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ ബാക്കി നമ്മുടെ ടൈലിൻ്റെ അടിയിലത്തെ സാധനങ്ങൾ കയറി ഫ്രണ്ടിലത്തെ സ്റ്റമ്പ് കയറിയിട്ടുണ്ട്. വണ്ടിയുടെ ഓൾമോസ്റ്റ് ലുക്ക് ഷേപ്പായി വരുന്നുണ്ട്. ടെയിൽ പീസ് വെച്ച് നോക്കി വേറെ കൊണ്ടല്ല, നമുക്ക് ക്യാരിയർ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ക്യാരിയറാണ് വെക്കാൻ പോകുന്നത്. അപ്പം അത് സെറ്റ് ആകുമെന്ന് നോക്കാൻ വേണ്ടി ടെയിൽ പീസ് ഒന്ന് കയറ്റി വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങൾ ഞാൻ കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണെന്നുള്ളത്. ഇത് കണ്ടല്ലോ ഇപ്പോൾ ഇതായിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ഫ്രണ്ട് സെക്ഷൻ ബാക്കിയുടെ കയറ്റിയിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ വണ്ടിയുടെ പരിപാടി ഇത്രയും ആയിട്ടുണ്ട്. ഇനി ചെയിൻ കയറ്റണം, ബാക്കി ബോഡി കിറ്റ് കാര്യങ്ങളൊക്കെ കയറിയാൽ മതി. ഓൾമോസ്റ്റ് ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് ഡിസ്കിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയി. സെൻറ്റർ ആയിട്ടുണ്ട് വീല്, ബാക്കിലത്തെ വീല് കയറിയിട്ട് കണ്ടല്ലോ. വണ്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻസ്. ഇനി ബോഡി കിറ്റ് ഒക്കെ നല്ല ഭംഗിയാവും. ഇനി ഇത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഇൻഡിക്കേറ്ററും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളൂ. നമ്മൾ ഉടനെ കയറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനിയും ഫ്രണ്ട് മൾഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഏരിയ ലുക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത സീൻ കാണിച്ചു. നമ്മൾ ടാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഹെഡ് കയറിയിട്ടുണ്ട് കണ്ടല്ലോ. വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പായി വരുന്നത്. നമ്മുടെ ഒറിജിനൽ നമ്മുടെ ആ ലുക്കിൽ തന്നെ അത്യാവശ്യം ഒരു ബ്രാൻഡ് ലുക്കാണ് ചെയ്യുന്നത്. ബാക്ക് വീല് കണ്ടല്ലോ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഡിസൈൻ നല്ല രീതിയിൽ നമ്മുടെ ബോഡി ഷേപ്പിന് ചേരുന്നുണ്ട്. കാരിയർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ലോങ് കാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പ്ലെൻഡറിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പോയി മോഡലിൽ. ആൻഡ് ഫ്രണ്ട് വരുമ്പോഴത്തേക്കിനി മൾഗാർഡ് വെക്കണം, സൈഡ് ഡോർ വെക്കണം, വണ്ടി മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ എന്നാ പറയണ്ട, ഇനിയും മിററുണ്ട്, അങ്ങനെ കുറേ പരിപാടിയാണ്. ഡിസ്ക് ഫ്രണ്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഞാൻ ഫൈനൽ ലുക്കിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് മുഴുവൻ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് വേറെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ വണ്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിൻ ടു പിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഒഴിവാക്കേണ്ടി വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, കസ്റ്റമർക്ക് നമ്മൾ ഫൈനൽ ബില്ല് എന്നുള്ളത് കൊടുത്തപ്പോൾ അത് ഓവർ പ്രൈസ്ഡായിട്ട് പുള്ളിക്ക് തോന്നിയത് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് തന്നെ കസ്റ്റമർ പറഞ്ഞു വണ്ടി ബില്ല് നിർത്താമെന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കിത് തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ പ്രത്യേക ഇതുണ്ട്. സോ നമുക്ക് ചെയ്താൽ പറ്റും എന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കുറച്ചു, കുറേ സാധനങ്ങൾ പഴയ സാധനങ്ങൾ ആഡ് ചെയ്തു. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വണ്ടി ലാസ്റ്റ് ഇറക്കേണ്ടി വന്നത്. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ഉദ്ദേശിച്ച ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലല്ല വണ്ടി ഇറങ്ങിയത്. സോ വണ്ടി നമ്മൾ വരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇട്ടേക്കുന്ന വീഡിയോസ് ആണെങ്കിലും ജസ്റ്റ് കസ്റ്റമറെ കൊണ്ട് ആ ടൈമിൽ നമ്മൾ എടുപ്പിച്ച വീഡിയോസാണ്. സോ അതിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.